ആണ്. ഇവിടെ വരാനുണ്ടായ സാഹചര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനത്തിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം. എൻ്റെ അമ്മ വഴിയാണ് ഞാനിത്, ഹസ്ബൻഡിൻ്റെ അമ്മ വഴിയാണിത് ഞാൻ അറിയുന്നത് ആദ്യമായിട്ട്. അന്നൊന്നും ഞാനിത് കാര്യമാക്കി എടുത്തേ ഇല്ല. കൃപാസനം പല ധ്യാനങ്ങളും കൂടിയിട്ടുള്ളത് കൊണ്ട് അതിലൊന്നും വലിയ വിശ്വാസങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും അതിനെപ്പറ്റി നമ്മൾ വലിയ കാര്യമാക്കി എടുത്തിട്ടില്ലായിരുന്നു. കൃപാസനത്തെക്കുറിച്ച് അമ്മ പറയും, ഇവിടെ വന്ന് ഒരുപാട് സാക്ഷ്യങ്ങൾ ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് കാര്യങ്ങൾ നടത്തി തരും എന്നാണ് അമ്മ പറഞ്ഞത്. അത് പക്ഷേ ഞാൻ അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല. ജീവിതത്തിലെ നമ്മുടെ സാഹചര്യങ്ങളാണല്ലോ നമ്മളെ ഈ ദൈവത്തിലോട്ട് കൂടുതൽ അടുപ്പിക്കുക. ഞാനും എൻ്റെ ഹസ്ബൻഡും ദുബൈയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. ഞാനൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യണത്. എൻ്റെ ഹസ്ബൻഡ് ആദ്യമൊക്കെ കുറച്ച് മദ്യപാനം ഞങ്ങളുടെ ജീവിതത്തെ അത് വലുതായിട്ട് ബാധിക്കാറില്ലായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നെ അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒട്ടും താങ്ങാൻ പറ്റാത്ത പോലെ ആയി. അത് കുട്ടികൾക്കും പേരൻസിനും മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും എല്ലാം എനിക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി വന്നു. അത് എത്രത്തോളം ബുദ്ധിമുട്ടായെന്നുള്ള അനുഭവിച്ച ആൾക്കാർക്ക് മാത്രമേ അതറിയത്തുള്ളൂ. അത്രയ്ക്ക് ബുദ്ധിമുട്ട് ഞങ്ങൾ ആ മദ്യപാനം കൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് പ്രാർത്ഥനയിലൂടെ വീണ്ടും പല പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. എന്നിട്ടൊന്നും അതിനൊരു കുറവും ഉണ്ടായില്ല. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറയുന്നത്, ചേച്ചി അന്ന് അമ്മ പറഞ്ഞില്ലായിരുന്നോ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുക, ചേച്ചി ഞാനത് കണ്ടു, അതിൻ്റെ സാക്ഷ്യങ്ങൾ കണ്ടു, ചേച്ചി ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സാക്ഷ്യങ്ങൾ കണ്ടു. അപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമായി. സാക്ഷ്യങ്ങൾ കണ്ടപ്പോഴത്തേനും എങ്ങനെയെങ്കിലും ഇവിടെ വന്നൊന്ന് ഉടമ്പടി എടുക്കണമെന്നായി. ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ യുഗം ഇത് തന്നെയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനം എങ്ങനെയെങ്കിലും മാറണം, എന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷപ്പെടും. 25 വർഷമായിട്ട് മദ്യപാനം ഉണ്ടായിരുന്നു. അത് മാറിയാൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഒരുപാട് അലട്ടി. ഞങ്ങളുടെ മക്കളെയും പേരൻസിനെയും എല്ലാം ഒരുപാട് ഞങ്ങളത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി. അത് ആദ്യമൊക്കെ പുള്ളിക്ക് ഒട്ടും വിശ്വാസമില്ല, ദൈവത്തെ വിശ്വാസമില്ല, ദൈവത്തെ കുറ്റം പറയുക മാത്രമേ ഉള്ളൂ, ഒട്ടും വിശ്വാസമില്ല. മാതാവിൻ്റെ അടുത്ത് നിൻ്റെ മാതാവ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 2019 ഞാനിവിടെ വരാനിടയുണ്ടായി. എനിക്ക് എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്കണമെന്നായി ഇവിടെ വന്നു. എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഒപ്പം ഇവിടെ വന്നു ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ നിന്നപ്പോഴത്തേനും ഇവിടെ ഉടമ്പടി എടുക്കണമെങ്കിൽ പ്രവാസികൾക്ക് 1 വർഷത്തെ ഉടമ്പടിയാണ്. എടുക്കണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കാണിക്കണം, തിരിച്ചു പോകുന്നതിനുള്ള ടിക്കറ്റ് കാണിക്കണം, എങ്കിൽ മാത്രം ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ കരഞ്ഞു. കാരണം ആ സാഹചര്യത്തിലായിരുന്നു ഞാൻ. ഇതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് വരെ എടുത്തിട്ടുണ്ട് ഈ മദ്യപാനം നിർത്താൻ വേണ്ടി. അതൊന്നും ഏറ്റിട്ടില്ല ഞങ്ങൾക്ക്. അങ്ങനെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ടിക്കറ്റ് കാണിച്ചാൽ മാത്രമേ എടുക്കാൻ പറ്റും. ആ സമയം തന്നെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് എന്നെ ഒരു തരത്തിൽ കൊണ്ടുവന്നാണ് ഇവിടെ. പുള്ളിക്ക് ഒട്ടും വിശ്വാസമൊന്നുമില്ല. നീ എന്താണെന്ന് വെച്ചാൽ കാണിക്കുക എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് വിട്ടതാണ്. അതിനുശേഷം പുള്ളി പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു ആ നിമിഷം തന്നെ. എന്നിട്ട് എന്നെ ഇവിടെ നിർത്തിയിട്ട് പോയി. പുള്ളിക്കാരൻ കുപ്പി മേടിച്ച് വീട്ടിൽ പോകാനായി പോയി. എന്നെ ഇവിടെ നിർത്തി. ഞാനിവിടെ കരഞ്ഞുകൊണ്ട് നിന്നു. ഇടയ്ക്കൊന്ന് കയറി വന്ന് പേടിപ്പിച്ചു. ഞാൻ ആ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് പുള്ളി കയറി വന്ന് ഇതുവരെ തീർന്നില്ല എന്ന് പറഞ്ഞ്. അതിൻ്റെ ഇടയിൽ പേടിപ്പിച്ചതിനിടെ അവിടുന്ന് സിസ്റ്റർ പറഞ്ഞു, കണ്ടിട്ട് തന്നെ പേടിയാകുന്നു, മോളിപ്പോൾ എത്രയും പെട്ടെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഇത് പൂർത്തീകരിച്ച് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് പുള്ളി എന്നെ ഇട്ടിട്ട് പോയി. ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്നു. ഭയങ്കരമായിട്ട് പുള്ളി പ്രാർത്ഥിച്ച അന്ന് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി തിരിയും എല്ലാം വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവിനോട്, അമ്മേ മാതാവ് രക്ഷിക്കണേ, എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റിത്തരണേ. അതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പല പ്രാവശ്യമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വീണ്ടും ഞങ്ങൾ തിരിച്ചുപോയി. കുടി കുറഞ്ഞു എന്നാൽ വീണ്ടും തിരിച്ചുപോയി. പിന്നെ കഴിഞ്ഞ വർഷം 2019 ഹസ്ബൻഡ് ജോലി പോയി. കോവിഡിൻ്റെ സമയത്ത് ജോലി പോയി. ഹസ്ബൻഡ് തിരിച്ച് നാട്ടിൽ നിൽക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് ഭയങ്കരമായിട്ട് കൂടി. അമ്മയൊക്കെ വിളിച്ചു പറഞ്ഞു, ഒരു രക്ഷയില്ല സിനി, എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെയെങ്കിലും 7 ദിവസം കണ്ടിന്യൂസ് കുടിച്ചു. ഒരു ഭാഗം കഴിക്കത്തുമില്ല, ഒന്നുമില്ല. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മാത്രം എടുക്കുമ്പോഴത്തേനും ജീവനോടെ അതിലും ശക്തിയായിട്ട് എണീക്കും, പോവില്ല. അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാനപ്പോൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നത് കണ്ട് എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ഇൻചാർജ് ഒന്ന് ചോദിച്ചു, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു.
അവൻ പറഞ്ഞു ഇങ്ങനെ ഹസ്ബൻഡിന് ഇതുപോലെ കണ്ടിന്യൂസ് 7 ദിവസമായിട്ട് മദ്യപിച്ചിട്ട് ഒട്ടും വയ്യാതെ കിടക്കുകയാണ്. അപ്പം തന്നെ അതെനിക്ക് കിട്ടേണ്ട ഒരു ലീവേ അല്ല, എന്നെ ഒരു തരത്തിലും പെടുന്നില്ല. കാരണം 1 മാസം മുന്നെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ കെയർ താമസം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന 1 മാസം മുന്നെയാണ്. ഒരിക്കലും എനിക്ക് ലീവ് കിട്ടാനില്ല. അവിടെ എൻ്റെ അമ്മ മാതാവ് എന്നെ തുണിച്ചു. അപ്പം തന്നെ അവർ പറഞ്ഞു ഞാൻ മാനേജറോട് സംസാരിക്കാം, നിനക്ക് 5 ദിവസത്തേക്ക് എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ നീ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് വന്നു. ഇവിടെ വന്ന് അന്ന് തന്നെ വന്നപ്പോഴത്തേനും പുള്ളിക്കാരന് അതുപോലെ വയ്യ കിടക്കുക. അന്ന് രാത്രി തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എൻ്റെ ഒപ്പം വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോവാം. ഞാൻ നിർത്തുവടി, നമുക്ക് കൃപാസനത്തിൽ എന്നാൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്ന് ഞങ്ങൾ വന്നപ്പോഴത്തേനും താമസിച്ചു പോയി. 12 മണിയൊക്കെ. ഞങ്ങൾ പല ബസ്സുകളൊക്കെ കയറിയാണ് ഇവിടെ വരുന്നത്, 2-3 ബസ്. നേരിട്ട് ഇങ്ങോട്ട് ബസ്സൊന്നുമില്ല. കയറി ഇറങ്ങി വന്നപ്പോഴത്തേനും താമസിച്ചു പോയി. പറ്റത്തില്ല എന്ന് പറഞ്ഞു, അച്ഛനെ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഒരുപാട് ആൾക്കാരെ എല്ലാം കണ്ട്, ബ്രദേഴ്സിനെല്ലാം കണ്ടപ്പോൾ അവർ പറഞ്ഞ്, ഞാൻ മാതാവിൻ്റെ കുറച്ച് അമ്മ എനിക്ക് ഈ പ്രാവശ്യം എങ്കിലും ഒന്നും പറയാനായിട്ട് ഒരു സാഹചര്യം ഒപ്പിച്ച് തരണം, എനിക്കൊന്ന് അച്ഛനെ ഒന്ന് കാണാനും എൻ്റെ സാഹചര്യങ്ങളൊന്ന് പറയാനും ഒരു അവസരം. എൻ്റെ അമ്മ മാതാവ് എനിക്ക് അതിന് വഴി ഒരുക്കി തന്നു. അപ്പം തന്നെ എന്നോട് പറഞ്ഞു നിനക്ക് കാണാൻ, നീ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഇവിടെ വന്നു. പുള്ളിക്ക് വന്നു എങ്കിലും നിർത്തണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിലും ഒട്ടും വിശ്വാസം ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ എൻ്റെ ഒപ്പം വന്നു നിർത്തണമെന്നൊരാഗ്രഹം തോന്നിച്ചു. അതെൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഇവിടെ വന്നു. നടുവിന് വേദന കാരണം പുള്ളിക്ക് നിൽക്കാൻ വയ്യ. കുറേ നേരം ഞങ്ങളിവിടെ നിന്നു. ഞാൻ ഓർത്ത് തിരിച്ചു പോകുമെന്ന്, പോയില്ല. ഇവിടെ വന്നു. ഇരിക്കാൻ പറഞ്ഞിട്ടും ഇരിക്കുന്നില്ല, കാരണം മുട്ടുകുത്താൻ പറ്റത്തില്ല, അതുപോലെ നടുവിന് വേദനയാണ്. അച്ഛൻ ഇവിടെ വന്നു കഴിഞ്ഞു. അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഹസ്ബൻ്റെ പേര് ജോണിയാന്നാണ്. ജോണിച്ച എങ്ങനെയെങ്കിലും ഒന്ന് മുട്ടുകുത്താൻ നോക്ക്. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, ഒരു വേദനയില്ലായിരുന്നു. ഇവിടെ വന്ന് ആൾക്കാരെയും മുട്ടുകുത്തി. അച്ഛൻ എന്നോട് ചോദിച്ചു വിശ്വസിക്കുന്നുണ്ടോ നീ എന്ന്. ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചെല്ലാൻ. എൻ്റെ ഹസ്ബൻഡിന് വിശ്വാസ പ്രമാണം ചെല്ലുന്നതേ ഇഷ്ടമില്ല. എന്ത് ചെയ്താൽ ചെയ്യത്തില്ല, എന്ത് പറഞ്ഞാലും പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെ ഒട്ടും വിശ്വാസം ഇല്ലാത്ത ആ മനുഷ്യൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചെല്ലുകയും ഞങ്ങൾ 2 പേരും ഒന്നിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അച്ഛൻ കലക്ക് തൈകെല്ലാം വെച്ച് പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ തിരിച്ചു പോകുന്നു, അവിടെ ചെല്ലുന്നു. ചെന്ന് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും കുറ്റങ്ങളൊക്കെ പറയായിരുന്നു. ചെന്ന് പറഞ്ഞതിന് കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ പുള്ളിയുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരാൻ തുടങ്ങി. പതുക്കെ എന്നോട് പ്രാർത്ഥിക്കാൻ പറയാൻ തുടങ്ങുന്നു. ഞാൻ മറന്നു പോകത്തേ ഇല്ല. എങ്കിൽ പോലും ഞാൻ താമസിച്ച് കഴിയുമ്പോൾ നീ പ്രാർത്ഥിച്ചിട്ടാണോ കിടക്കുന്നതെന്ന് ചോദിക്കാൻ തുടങ്ങുന്നു. നീ പ്രാർത്ഥിച്ചിട്ടാണോ കിടക്കുന്നത്? പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പറയുന്നു. ഇപ്പോൾ എന്ത് കാര്യത്തിന് എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. ഞങ്ങൾ ഇപ്പം വീണ്ടും തിരിച്ചു വന്നു. ഇപ്പോൾ 2 മാസമായിട്ട് മദ്യപാനം നിർത്തി, പൂർണ്ണമായിട്ട് നിർത്തി. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഒരിക്കലും നടക്കാത്ത സംഭവമാണത്. കാരണം അതുപോലെ ഞങ്ങൾ ബുദ്ധിമുട്ടി. ഞങ്ങളെ അറിയാവുന്നവർക്കറിയാം, അതുപോലെ ഞങ്ങൾ ബുദ്ധിമുട്ടി. ഇത് എൻ്റെ അമ്മ മാതാവിന് ഈശോൻ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. 1000 നന്ദി. രണ്ടാമതായിട്ട് അടുത്ത നിയോഗം എൻ്റെ അലർജി. എനിക്ക് 5 വർഷമായിട്ട് 5-6 വർഷമായിട്ട് അലർജി, ക്രോണിക് അട്ടിക്കേരിയ എന്ന് പറയും. അത് കൈ രണ്ടും ചൊറിഞ്ഞ് തടിച്ച് പൊങ്ങിയിട്ട് മുഖവും പൊങ്ങും, തടിച്ച് പൊങ്ങിയിട്ട് ചൊറിഞ്ഞ് പൊട്ടും. അങ്ങനെയായിരുന്നു. അവസാനം ഡോക്ടറിനെ കണ്ടപ്പോൾ മെഡിസിൻ എടുക്കാൻ പറഞ്ഞു. അത് സെട്രിസിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റാണ് എനിക്ക് തന്നത് 3 നേരം. അത് കഴിച്ചാൽ തന്നെ നമുക്ക് ഉറക്കം വരും, അതറിയാവുന്നവർക്കറിയാം. അത് കഴിച്ചാൽ അത് 3 നേരമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പോയി 2 നേരം അതില്ലാതെ എനിക്ക് പറ്റത്തില്ലെന്നായി. അപ്പം ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു ഇതിങ്ങനെ കണ്ടിന്യൂസ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ബ്ലഡ് ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതി. ഞാനങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ നിയോഗത്തിൽ വെച്ചു 2 മാസം ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഉടമ്പടി തൈലം വെച്ച് എന്നും എൻ്റെ കയ്യെ ചതച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ഉപ്പ് എൻ്റെ ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിക്കുകയും ചെയ്തു. 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അലർജി എല്ലാം മാറി. ഞാൻ തന്നെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരിക്കലും എനിക്ക് അലർജി ഉണ്ടായിട്ടില്ല. ഒരു ദിവസം പോലും എനിക്ക് ആ മെഡിസിൻ കഴിച്ചിട്ട് പിറ്റേ ദിവസം എൻ്റെ കൈ പൊട്ടുകയും കറുത്ത് പൊട്ടുകയും ചെയ്യും. അതൊക്കെ എനിക്ക് ഡ്യൂട്ടിയിൽ അവിടെ വർക്ക് ചെയ്യുമ്പോൾ അതൊക്കെ എന്നെ നന്നായിട്ട് ഇത് ബാധിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് എനിക്ക് മാറിക്കിട്ടി. ഇപ്പം 3 വർഷമായിട്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ഞാൻ മെഡിസിൻ നിർത്തിയിട്ട് ഇപ്പം 3 വർഷമായി. അലർജി എന്നൊരു അസുഖം എനിക്കൊന്നും ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ എൻ്റെ നിയോഗത്തിൽ വെച്ച മറ്റൊരു കാര്യം എൻ്റെ വീട് പണിയായിരുന്നു.
ഞങ്ങൾ വീട് പണിയാനായിട്ട് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് 5-6 വർഷങ്ങൾ 6-7 വർഷങ്ങളായിട്ട് വീട് പണിയണമെന്ന് ആഗ്രഹിച്ചു. വീട് പൈസയും സ്ഥലവും എല്ലാം ഉണ്ട്. പക്ഷേ വീട് പണി മാത്രം നടക്കത്തില്ല. എന്നും തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഭയങ്കര തടസ്സങ്ങൾ. അവസാനം ഞാൻ എൻ്റെ നിയോഗത്തിൽ അതും വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പല പ്രാവശ്യം ഞാൻ ആ സ്ഥലങ്ങൾ ഓരോ പ്രാവശ്യം ഓരോ പണി തുടങ്ങുമ്പോഴും അതുപോലെ തടസ്സങ്ങളായിരുന്നു. ഇവിടെ വന്ന് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ ചെന്ന് ഉപ്പ് വിതറി. ഒരു പ്രാവശ്യം ഇങ്ങനെ കല്ല് പൊട്ടിച്ച്, ഞങ്ങളുടെ അവിടെ പാറയായിരുന്നു താഴെ ഞങ്ങളുടെ വീട് പണിയുന്ന സ്ഥലത്ത്. അങ്ങനെ അവിടെ പാറ പൊട്ടിച്ച് ഇട്ടിട്ട് കല്ല് കയറി പോകുന്നില്ല. അതുപോലെ കല്ല് കുറേ ഉണ്ടായിരുന്നു, കയറി പോകുന്നില്ല. ആരോ കംപ്ലൈൻറ്റ് കൊടുത്തത് കയറി പോകുന്നേ ഇല്ല, ഒരു രക്ഷയില്ല. പല ഇത് നോക്കി ഒന്നും രക്ഷയില്ല. അങ്ങനെ ഞാൻ ആ ഒരു സമയത്ത് നാട്ടിൽ വരികയും ഞാൻ ആ കല്ലിൽ കൊണ്ടുപോയി മെഴുകുതിരി വെച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഉപ്പും വിതറി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ആ കല്ലെല്ലാം കയറിപ്പോവുകയും തടസ്സങ്ങളെല്ലാം മാറി. കഴിഞ്ഞ വർഷം ഞങ്ങൾ കയറി താമസിക്കുകയും ചെയ്തു. നല്ലൊരു വീട് ഞങ്ങൾക്ക് ഉണ്ടാവുകയും ഞങ്ങൾ കയറി താമസിക്കുകയും ചെയ്തു. തടസ്സങ്ങളെല്ലാം മാറി. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. വർഷങ്ങളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടത്തി തന്ന എൻ്റെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി.